ഇവർക്ക് നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡ് എന്ന രാഷ്ട്രത്തിൻ്റെ ജുഡീഷ്യൽ സിസ്റ്റം അഥവാ അവിടുത്തെ ഫെഡറൽ കോർട്ട് ഓഫ് സ്വിറ്റ്സർലാൻഡിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ജുഡീഷ്യൽ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ 3 തരത്തിലുള്ള ജുഡീഷ്യൽ സിസ്റ്റം അഥവാ കോടതികൾ സ്വിറ്റ്സർലാൻഡിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവ എന്തെല്ലാമാണ് നോക്കിയാൽ, ഒന്നാമത്തേത് സുപ്രീം കോർട്ടാണ്. രണ്ടാമത്തേത് ഫെഡറൽ ആൻഡ് ക്രിമിനൽ കോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തേത് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടുമായിട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇവ എന്തെല്ലാമാണ് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പോകുന്നില്ല. എനിക്ക് ലഭ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് എനിക്ക് അറിയുന്ന രീതിയിലാണ് അത് ഞാൻ മലയാളത്തിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ സ്ലൈഡ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ മാത്രം റെഫർ ചെയ്ത് മറ്റ് സോഴ്സ് കൂടി ഒന്ന് നോക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3 തരത്തിലുള്ള കോടതികളാണ് സ്വിറ്റ്സർലാൻഡിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ കാനഡയിൽ നിന്നുള്ള അപ്പീലുകൾ സ്വീകരിക്കുന്ന ഉന്നത കോടതിയായിട്ടാണ് ഈ സുപ്രീം കോർട്ട് സ്വിറ്റ്സർലാൻഡിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കാനഡകളിൽ നിന്നുള്ള അപ്പീലുകൾ സ്വീകരിക്കുക എന്നൊരു ഫംഗ്ഷനാണ് ഈ സുപ്രീം കോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തേത് ഫെഡറൽ ആൻഡ് ക്രിമിനൽ കോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത് നോക്കിയാൽ, ഇത് സ്വിറ്റ്സർലാൻഡിലെ ക്രിമിനൽ കേസുകളാണ് ഈ ഫെഡറൽ ആൻഡ് ക്രിമിനൽ കോർട്ട് എന്നറിയപ്പെടുന്ന കോർട്ട് കൈകാര്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ബെലിൻസോണിയയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് റൈറ്റ് ഈ വേർഡിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്ക് അറിവില്ല. ഓക്കെ, യൂറോപ്പ് ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പ്രൊണൗൺസിയേഷൻ ആവാം ഓരോ വേർഡിനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും പറയുന്ന രീതിയിലായിരിക്കത്തില്ല എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ബെലിൻസോണിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്വിറ്റ്സർലാൻഡിലെ കോർട്ട് സംവിധാനം എന്ന് പറയുന്നത് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടാണ്. ഓക്കെ, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കിയാൽ സ്വിറ്റ്സർലാൻഡിലെ തന്നെ ബേൺ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, BRNE. ഓക്കെ, അപ്പോൾ ഇത് എത്തരത്തിലുള്ള കേസുകളാണ്, എന്ത് സ്വഭാവത്തിലുള്ള കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കിയാൽ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയായിട്ടാണ് ഈ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ട് അറിയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു കോടതിയായിട്ടാണ് ഈ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ട് അറിയപ്പെടുന്നതിന്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടാണ് 3 തരത്തിലുള്ള കോടതികളാണ് സ്വിറ്റ്സർലാൻഡിൽ ഉള്ളത് എന്നുള്ളത്. ആദ്യത്തേതാണ് സുപ്രീം കോർട്ട്, രണ്ടാമത്തേതാണ് ഫെഡറൽ ആൻഡ് ക്രിമിനൽ കോർട്ട്, മൂന്നാമത്തേതാണ് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് സുപ്രീം കോർട്ട് കാനഡയിൽ നിന്നുമുള്ള അപ്പീലുകൾ സ്വീകരിക്കുന്ന കോടതിയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ലോസന്നെ എന്ന സ്ഥലത്താണ്. ഓക്കെ, അതായത് LAUSANNE ഇതാണ് ആ സ്ഥലത്തിൻ്റെ പ്രൊണൗൺസിയേഷൻ. ഓക്കെ, സ്പെല്ലിങ് പ്രൊണൗൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉച്ചരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഈ കോടതി സുപ്രീം കോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ തന്നെ ഉന്നത കോടതിയായിട്ടാണ് ഈ ഫെഡറൽ സുപ്രീം കോർട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാനഡയിൽ നിന്നുമുള്ള അപ്പീലുകൾ സ്വീകരിക്കുന്ന ഉന്നത കോടതിയാണത്. അതായത് ചുരുക്കി പറഞ്ഞാൽ മറ്റെല്ലാ കോടതികളിൽ നിന്നും അപ്പീലുകൾ സ്വീകരിക്കുന്ന കോടതിയായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുക. നമ്മൾ നേരത്തെ രണ്ടാമത് കണ്ടതാണ് ഫെഡറൽ ആൻഡ് ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അതുപോലെ തന്നെ അഖണ്ഡതയ്ക്കും വിരുദ്ധമായ കേസുകൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഫെഡറൽ ക്രിമിനൽ കോടതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സുപ്രീം കോർട്ട്, അതുപോലെ തന്നെ ഫെഡറൽ ആൻഡ് ക്രിമിനൽ കോർട്ട്, അതുപോലെ തന്നെ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ട്. ഓക്കെ, നമുക്കറിയാം തന്നെ അഡ്മിനിസ്ട്രേഷൻ അതായത് ഭരണമാണ്. ഓക്കെ, ഇപ്പോൾ ഭരണപരമായ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന കോടതിയായിട്ടാണ് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 3 കോടതി സംവിധാനങ്ങൾക്കും പുറമെ 2012 സ്വിറ്റ്സർലാൻഡിൽ സ്ഥാപിച്ച മറ്റൊരു കോടതി സംവിധാനമാണ് ദി ഫെഡറൽ പെറ്റൻറ്റ് കോർട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്വിറ്റ്സർലാൻഡിലെ ജുഡീഷ്യറിയെ പറ്റി ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ എക്സാം പർപ്പസിന് വേണ്ടി ആശ്രയിക്കുന്നതാണെങ്കിൽ ഈ വീഡിയോ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.